ഇന്നൊരു പുതിയ പഴത്തിനെ പരിചയപ്പെടുത്തുകയാണ്. ഇത് പിന്നെ 90കളിലുള്ളവർക്കൊക്കെ ഒരുപാട് പരിചയമുള്ള ഒരു പഴമാണ്. പിന്നെ ഞാറപ്പഴം, ഇവിടെ ഞാറപ്പഴം എന്ന് പറയും. ഞാവൽപ്പഴത്തിൻ്റെ അതേ ഒരു പിന്നെ ഇലയോ അതൊക്കെ വരുന്നത് അതേ ടേസ്റ്റും ഞാവൽപ്പഴത്തിൻ്റെ അതേ ടേസ്റ്റാണ് വരുന്നത്. പക്ഷേ ഇത് തെച്ചിപ്പഴത്തിൻ്റെ അതേ പിന്നെ സൈസേ ഉള്ളൂ, ചെറിയ പഴമാണ്. ഇത് അത്രയേ ഉള്ളൂ പഴം വരുന്നത്, പറ്റ ചെറുതാണ്. ഇത് തിന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാവൽപ്പഴത്തിൻ്റെ അതേ ടേസ്റ്റാണ്. ജസ്റ്റ് ആ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കഴിക്കാൻ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കൂടുതലായിട്ട് അറിയാം, പഴമക്കാർക്ക് ഒരുപാട് നന്നായിട്ട് അറിയാൻ പറ്റുന്നൊരു പഴമാണിത്. പിന്നെ ഇപ്പോൾ ഇത് കണ്ടുവരുന്നില്ല, ഭയങ്കരമായിട്ട് പിന്നെ പോയിട്ടുണ്ട് ഈ പഴം. ഇപ്പോൾ ഈ കാടുകളിൽ മാത്രമായിട്ട് കണ്ടുവരുന്ന പഴമാണിത്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. എന്തായാലും ഇപ്പോൾ ഇതിനെ കുറച്ച് പഴമൊക്കെ എടുത്തിട്ടുണ്ട്, വിത്ത് കുഴിച്ചിട്ടുണ്ടാവും നോക്കണം, പിന്നെ വീട്ടിൽ വെച്ച് നോക്കണം. വലിയ മരമൊന്നും ആയിട്ടില്ല, ഒക്കെ കുറ്റിച്ചെടിയായിട്ട് ഫുള്ളായിട്ട് ഒരുപാട് നിറച്ച് എല്ലാറ്റിലും ഉണ്ട്, നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ മഴ പെയ്ത് ഒരു കുറച്ചും കൂടി ചെറിയൊരു മധുരം കുറച്ച് കമ്മിയുണ്ട്, പക്ഷെ എന്നാലും നല്ല രസമാണ്. ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബ്ലാക്ക്ബെറിയുടെ കണ്ട ഒരു ബ്ലാക്ക്ബെറി എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് ഉള്ളത്. ഇനി ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നാവിലൊക്കെ, അതായത് ഞാവൽപ്പഴം കഴിക്കുന്ന അതുപോലെ തന്നെ പിന്നെ നാവിലൊക്കെ നന്നായിട്ട് ആ കറ പോലെ ഇത് കളർ വരും. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ്, ചെറിയ പഴമാണ്, ഒരുപാട് കഴിക്കാൻ പറ്റും. പിന്നെ നല്ല ഭംഗി, കാണാൻ നല്ല ഭംഗിയുണ്ട്. വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഗാർഡൻ സെറ്റപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പഴുത്ത് കഴിഞ്ഞാൽ പഴുത്താലും പച്ചയായിട്ട് പഴമായാലും കാണാൻ നല്ല ഭംഗിയാണ്. ഒരു വെറൈറ്റി പഴമാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, പിന്നെ ഇത് കഴിച്ചിട്ടുമില്ല, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപുള്ള, അതായത് പഴമക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട, അവരൊക്കെ ഒരുപാട് കഴിച്ചതായിരിക്കും, അവരുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ച പഴമായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കടകളിലൊന്നും വാങ്ങാൻ കിട്ടാത്തൊരു പഴമാണ്. നമുക്ക് എല്ലാ പഴം, ഏത് പഴം വെച്ചെങ്കിലും പിന്നെ കടകളിൽ കിട്ടും, പക്ഷേ ഇതൊന്നും കടകളിൽ വാങ്ങാൻ കിട്ടാത്ത പഴമാണ്. നമ്മുടെ നാട്ടുപഴങ്ങൾ ഇതൊക്കെയാണ് കഴിക്കേണ്ടത്. ഇത് ഒരുപാട് ഉപകാരമുള്ള പഴങ്ങളാണ്. പിന്നെ വളപ്രയോഗം, ഒരു രീതിയിലുള്ള വളപ്രയോഗം ഇതിനൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഇതൊരു കാട്ടിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു രീതിയിലോ പിന്നെ രാസവളങ്ങൾ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന ഒരുപാട് പഴങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുന്നത് പിന്നെ തൈ തൊട്ട് അതും ആ കായ ഉണ്ടാകുന്ന വരെ അത് പിന്നെ മരുന്നടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് പഴങ്ങൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഒന്നും കാട്ടിലുണ്ടായത്, അതായത് പക്ഷികളും കാര്യങ്ങളൊക്കെ ആയിട്ടില്ല, അതിൽ നിന്ന് കിട്ടുന്ന വളം അതിലുണ്ടായത് പഴങ്ങളാണ്. ഇതൊക്കെ കഴിക്കാൻ പറ്റുക നല്ലൊരു ഭാഗ്യമാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യമാണ്. അപ്പോൾ ആ ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ക്യാമറാമാൻ ഷനൂബ് ഇത് കൊണ്ട് കാണിച്ചു തന്നത്. അപ്പോൾ അതിന് ഷനൂബിനോട് ഞാനൊരു നന്ദി പറയുന്നു. ഇതുപോലുള്ള പഴങ്ങൾ, ഇനിയിപ്പോൾ ഇതുപോലുള്ള ഇനി വെറൈറ്റി പഴങ്ങൾ വേറെ ഉണ്ടെങ്കിൽ ഒക്കെ പിന്നെ പറഞ്ഞു തരാം, കഴിക്കാമല്ല. പിന്നെ ഇതിൻ്റെ പേരിപ്പോൾ ഞങ്ങളിവിടെ പറയുന്നത് ഞാറപ്പഴം എന്നാണ്. ഒരു ഞാവലിൻ്റെ അതേ ഇതിൽ തന്നെ വരുന്നത്, ആ വിഭാഗത്തിൽപ്പെട്ട തന്നെ തോന്നുന്നു. പിന്നെ നിങ്ങളവിടെ എന്താ പേര് പറയാനറിയില്ല. ഞാറപ്പഴം ഇവിടെ വന്ന സമയത്ത് പിന്നെ ഇതിൽ ഫുള്ളായിട്ട് കിളികളായിരുന്നു, ഒരുപാട് പലതരത്തിലുള്ള കിളികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പിന്നെ സാധനങ്ങളൊന്നായിട്ട് എല്ലാം പാറിപ്പോയതാണ്. പിന്നെ ഇതിങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത അതാണ്, കംപ്ലീറ്റ് ആയിട്ട് വന്ന് അവർക്ക് ശരിക്കും കാട്ടിലുള്ളൊരു ഏരിയ തന്നെയാണ്, അവരുടെ തന്നെയാണ് പഴം. ഞങ്ങളാണ് അതിക്രമിച്ച് കയറി കഴിക്കണത്, അവരുടെ പഴം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ ഒരുപാട് വീട്ടിലെ കുറച്ച് കൊണ്ടുപോകാൻ വറുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ രീതിയിൽ തന്നെ പൊടണ്ടി ഇല കൊണ്ട് കുമ്പിൾ കുത്തി അങ്ങനെ തന്നെയാണ് നാടൻ പഴം, നാടൻ രീതിയിൽ തന്നെ കൊണ്ടുപോകുക, കവറിലൊന്നല്ല. പിന്നെ അപ്പോൾ ഇതൊന്ന് വീട്ടിലൊക്കെ കൊണ്ടുപോയി വീട്ടിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു വിട്ടാൽ വീട്ടുകാർക്കൊന്നും ഇപ്പോൾ പഴമക്കാരാണ്, അവർക്കൊന്നും വലിയ ഇതുണ്ടാവില്ല, അത് വലിയ വില ഉണ്ടാവില്ല. അതൊക്കെ കഴിച്ചവരാണ്, ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചവരായിരിക്കും. നമുക്കിതിപ്പോൾ വലിയൊരു സംഭവം തന്നെയാണ്. ഇത്ര പോകുന്ന ചെറിയ പഴം, ഞാവൽപ്പഴം കഴിച്ചിട്ടുണ്ട്, വലിയ പിന്നെ ഉണ്ടായിട്ടില്ല, വലിയ ഞാവൽപ്പഴം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള പിന്നെ വെറൈറ്റി പഴങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൽക്കാലത്തിന് ബൈ.